അടുത്ത തിരഞ്ഞെടുപ്പ് കാലം അടുക്കുകയാണ്. ആര് ഇനിയെന്ന ചർച്ചകൾ കൊടുമ്പിരി കൊണ്ട് നടക്കുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രോഗ്രസ് കാർഡ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട്. രണ്ടാം പിണറായി മന്ത്രിസഭ 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് 4 വർഷം മുൻപ് ഇടതുമുന്നണി രണ്ടാമതും അധികാരത്തിലെത്തിയത്. ഇന്ന് കാണുന്ന മുന്നണി സംവിധാനം രൂപപ്പെട്ടതിന് ശേഷം കേരളത്തിൽ LDF-നോ UDF-നോ അതുവരെ അധികാര തുടർച്ച ഉണ്ടായിട്ടില്ല. LDF വരും എല്ലാം ശരിയാക്കും എന്ന മുദ്രാവാക്യവുമായാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തിയത്. ആ തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടി 2016 മെയ് 25-ന് 1ാം പിണറായി സർക്കാർ അധികാരത്തിലേറി. പിന്നീട് 2021-ൽ നടന്ന തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഉറപ്പാണ് LDF എന്ന മുദ്രാവാക്യവുമായാണ്. ആ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി തന്നെ അധികാരത്തിലെത്തി വീണ്ടും ചരിത്രം കുറിച്ചു. 2021 മെയ് 20-നാണ് 2ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി അധികാരം നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് ഇടതുമുന്നണി. ഭരണനേട്ടം ഉയർത്തിക്കാട്ടിയാകും LDF തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് CPM വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട പ്രോഗ്രസ് കാർഡ് കൂടുതൽ ചർച്ചയാകുന്നത്. ചർച്ചയ്ക്ക് കാരണം ഒരു സ്വതന്ത്ര വിദഗ്ധ പാനലിനെ നിയോഗിച്ചാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഈ പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. മന്ത്രിമാരുടെ പ്രാവീണ്യം, പ്രതികരണശേഷി, പ്രവർത്തനക്ഷമത, പ്രൊഫഷണലിസം, ഇമേജ്, വിശ്വസ്തത തുടങ്ങിയ ഘടകങ്ങളെയാണ് ഈ സമിതി മൂല്യനിർണ്ണയം നടത്തിയത്. മാർക്ക് ഇട്ടിരിക്കുന്നത് 10-ലും. 10-ൽ 6.52 മാർക്ക് ലഭിച്ച വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവാണ് ഒന്നാമൻ. 6.15 മാർക്കുമായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ തൊട്ടു പിന്നിലുണ്ട്. 3.55 മാർക്കുമായി മന്ത്രി AK ശശീന്ദ്രനാണ് ഏറ്റവും പിന്നിൽ. 3.9 മാർക്കുമായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും 4 മാർക്കുമായി മന്ത്രി ചിഞ്ചുറാണിയും പിന്നിലുണ്ട്. CPM മന്ത്രിമാരിലേറെയും ശരാശരിയിലും മുകളിൽ മാർക്ക് നേടിയപ്പോൾ ഘടകകക്ഷി മന്ത്രിമാരിൽ പലരും വളരെ പിന്നിലാണെന്നും ഇന്ത്യൻ എക്സ്പ്രസ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 5.83 മാർക്കാണ് ഇന്ത്യൻ എക്സ്പ്രസ് നിയോഗിച്ച സമിതി നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് പോലെ മന്ത്രിമാരിൽ ഒന്നാമനാണോ മന്ത്രി P. രാജീവ് എന്ന് നമുക്ക് നോക്കാം. 2022 ഇലക്ഷനിൽ മുസ്ലിം ലീഗ് തട്ടകമായ കളമശ്ശേരിയിൽ മത്സരിച്ച് വിജയിച്ചു. പാലാരിവട്ടം പാലം നിർമ്മാണ അഴിമതി ആരോപണങ്ങൾ UDF-ന് തിരിച്ചടിയായി. വ്യവസായ മന്ത്രി എന്ന നിലയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രൊഫഷണലൈസ് ചെയ്ത് ലാഭത്തിലാക്കി. രാഷ്ട്രീയ താല്പര്യം വെച്ച് MD-മാരെ വെക്കുന്നത് കർശനമായി അവസാനിപ്പിച്ചു. മാനേജ്മെന്റ് പരിശീലനം നിർബന്ധമാക്കി. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഏറ്റെടുത്ത് KPPL ആരംഭിച്ചു. രാജ്യത്തെ പ്രമുഖ പത്രങ്ങൾക്ക് വേണ്ട കടലാസ് ഉൽപ്പാദിപ്പിക്കുന്ന KPPL-ന് ഭാവിയിൽ സ്കൂളുകളിലേക്കുള്ള നോട്ട്ബുക്കുകളും ഉൽപ്പാദിപ്പിക്കും. കേരള ഓട്ടോമൊബൈൽസ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ പുറത്തിറക്കി. കെൽട്രോൺ ISROയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ, ലാപ്ടോപ്പ്, ട്രാഫിക് സിഗ്നൽ, സെമി കണ്ടക്ടർ എന്നിവ ഉൽപ്പാദിപ്പിച്ചു. എല്ലാവിധ ഇലക്ട്രോണിക് സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ യൂണിറ്റുകൾ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ തുടങ്ങാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. സ്വകാര്യ സംരംഭകർക്കായി ഏകജാലക സംവിധാനവും പരാതി പരിഹാര അദാലത്തും തുടങ്ങി. പരമാവധി സംരംഭകരെ നേരിൽ കണ്ട് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് രാജീവിന്റെ ശൈലി. സംരംഭകർക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാ നിയമങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിച്ചു. കളമശ്ശേരിയിലെ ജുഡീഷ്യൽ സിറ്റിയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 2025 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ ഇൻവെസ്റ്റ് കേരള സബ്മിറ്റ് സംഘടിപ്പിച്ചു. 1 ലക്ഷം കോടിയുടെ നിക്ഷേപം ഉറപ്പാക്കി. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ P. രാജീവിന് അവകാശപ്പെടാനുണ്ട്. പിണറായി മന്ത്രിസഭയിൽ ക്ലീൻ ഇമേജ് ഉള്ള ഒരു മന്ത്രി. അതുകൊണ്ട് തന്നെ ഒന്നാമനാകാൻ എന്തുകൊണ്ടും P. രാജീവ് തന്നെയാണ് യോഗ്യൻ. രണ്ടാമൻ KB ഗണേഷ് കുമാർ. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് നിന്ന് നിയമസഭാ അംഗമായതോടെയാണ് ഗണേഷിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പത്തനാപുരത്ത് നിന്ന് തുടർച്ചയായി ജയിച്ച് നിയമസഭാ അംഗമായി തുടരുന്ന ഗണേഷ് കുമാർ 2 തവണ സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്നു.
2001 AK ആന്റണി നയിച്ച UDF മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് 2003 പിതാവ് R ബാലകൃഷ്ണ പിള്ളയ്ക്ക് മന്ത്രിയാകാൻ വേണ്ടി രാജിവെക്കുകയായിരുന്നു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്നു ഗണേഷ്. ഭാര്യയുമായുള്ള വിവാഹമോചന തർക്കത്തെ തുടർന്ന് 2013 രാജിവെച്ചു. കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായി തുടരുന്ന 2001 മുതൽ തുടർച്ചയായി 5 തവണ നിയമസഭാ അംഗമായ ഗണേഷ് കുമാർ രണ്ടാം പിണറായി മന്ത്രിസഭ പുനഃസംഘടനയുടെ ഭാഗമായി 2023 ഡിസംബർ 29 സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റു. ഗണേഷ് കുമാർ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി എടുത്ത ഒരു വ്യക്തിത്വം തന്നെയാണ്. അതുകൊണ്ട് രണ്ടാം സ്ഥാനം ഗണേഷ് കുമാറിന് കിട്ടിയതിൽ അത്ഭുതപ്പെടാനുമില്ല. റിട്ടയർഡ് IAS ഓഫീസർ ലിഡ ജേക്കബ്, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി T ബാലകൃഷ്ണൻ, നയകാര്യ വിദഗ്ധൻ D ധനുരാജ്, സംരംഭക ലൈല സുധീഷ്, മാധ്യമ വിദഗ്ധൻ ബാബു ജോസഫ്, ഗ്ലോബൽ എക്സിക്യൂട്ടീവ് ഡോക്ടർ ടോണി തോമസ് എന്നിവരടങ്ങിയ പാനലാണ് ഇന്ത്യൻ എക്സ്പ്രസിനായി സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കിയത്.